ഭക്ഷിച്ചതിന് ശേഷം, പാനം ചെയ്തതിന് ശേഷം ഹംദ് നിർവഹിക്കുന്നതിൻ്റെ മഹത്വം, ശുക്ർ ഹംദായി നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം പഠിക്കേണ്ടതും പ്രസ്താവ്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം അരുൾ ചെയ്തു: ഇന്നല്ലാഹ ലയർദ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ ശർബത ഫയഹ്മദഹു അലൈഹാ. ഒരു ദാസനെ തൊട്ട് അള്ളാഹു പ്രീതിപ്പെടുന്ന വിഷയമാണ് അവനൊരു ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നത്. അവൻ പാനം ചെയ്താലും അതിൽ അള്ളാഹുവിനെ ഹംദ് നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തികഞ്ഞ നിറഞ്ഞ മാതൃകയായി എന്നുള്ളതാണ് തിരുചരിതം നമ്മളോട് പറയുന്നത്. തിരുഹദിയിൽ ഹംദിൻ്റെ വചനങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ പലത് സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു: മൻ അക്കല തആമൻ സുമ്മ ഖാൽ, ഒരാളൊരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് പറഞ്ഞു: അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന്. എന്താ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഭക്ഷിച്ചതിന് ശേഷം ഈ പ്രാർത്ഥനാ വചനം, ഹംദിൻ്റെ വചനം ചൊല്ലുന്നവർക്ക് അവൻ്റെ ഇന്നലകളിലെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തആം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം. വറസഖനീഹി, ഈ ഭക്ഷണം എനിക്ക് ഉപജീവനമായി കനിയുകയും ചെയ്ത അത് മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എന്നിൽ നിന്നുള്ള യാതൊരു കഴിവോ ശേഷിയോ കൂടാതെ. അബ്ദുറഹ്മാൻ ഇബ്നി ജുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വർഷം ഖിദ്മത്ത് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. എന്താ പറയുന്നത്? കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖുർരിബ ലഹു തആമുൻ ഖാല ബിസ്മില്ലാഹ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു ഭക്ഷണം അടുപ്പിച്ചു വെച്ചാൽ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഭക്ഷിക്കുമായിരുന്നു. ഫൈദ ഫറഗ മിൻ തആമിഹി, ഭക്ഷിച്ച് അതിൽ നിന്ന് വിരമിച്ചാൽ ഖാല, അവിടുന്ന് പറയും: അല്ലാഹുമ്മ അത്അംത വഅസ്ഖൈത വഅഗ്നൈത വഅഖ്നൈത വഹദൈത വജ്തബൈത ഫലകൽ ഹംദു അലാ മാ അഅതൈത എന്ന്. എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അത്അംത, നീ ഭക്ഷണം തന്നു, വഅസ്ഖൈത, നീ പാനജലം കുടിപ്പിച്ചു, വഅഗ്നൈത, നീ ധന്യനാക്കി, വഅഖ്നൈത, നീ തൃപ്തി വരുത്തി, വഹദൈത, നീ മാർഗമരുളി, വജ്തബൈത, നീ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഫലക്കൽ ഹംദു അലാ മാ അഅതൈത, നീ കനിഞ്ഞതിലെല്ലാം സ്തുതി മുഴുവൻ നിനക്ക് മാത്രമാകുന്നു. ഇത് തിരുദൂതരുടെ ഭക്ഷിച്ചാലുള്ള മറ്റൊരു ശുക്രിൻ്റെ, ഹംദിൻ്റെ വചനമാണ്. അബു അയ്യൂബിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ പാനം ചെയ്താൽ പറയും: അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ എന്ന്. ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഭക്ഷിച്ചത് ദഹിപ്പിക്കുകയും വിസർജ്യം പുറത്തു പോകുവാനുള്ള വഴി നിശ്ചയിക്കുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം എന്ന്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ചാൽ, അല്ലെങ്കിൽ ഭക്ഷണ തളിക അല്ലെങ്കിൽ സുപ്ര തൻ്റെ മുന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ചൊല്ലും: അൽഹംദുലില്ലാഹില്ലദീ കഫാന വ അർവാന ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബുന എന്ന്. അൽഹംദുലില്ലാഹില്ലദീ കഫാന വ അർവാന, നമുക്ക് മതിയാവുകയും പര്യാപ്തമാവുകയും നമ്മുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു ഹംദുകളെല്ലാം. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, ധാരാളമായ വിശിഷ്ടമായ അനുഗ്രഹീതമായ ഹംദുകൾ. ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു, നന്ദികേടില്ലാത്ത, ആവശ്യവും ആഗ്രഹവും തീരാത്ത,
അവനെ തൊട്ട് ധന്യത. ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബുന, നമ്മുടെ നാഥൻ, അവനോട് നന്ദിയല്ലാതെ നന്ദികേടില്ല, അവനോട് ആവശ്യവും ആഗ്രഹവും അല്ലാതെയില്ല, അവനെ കൂടാതെ സ്വയം പര്യാപ്തതയും ധന്യതയുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം. ഇതാണ് ഈ ഹംദിൻ്റെ വചനത്തിൻ്റെ പൊരുളും തേട്ടവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പല നിലക്ക് ആഹരിച്ചതിന് ശേഷം, പാനം ചെയ്തതിന് ശേഷം അള്ളാഹുവിന് ഹംദോദിയത് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു.